അതുപോലെ വൃന്ദാവനത്തിൽ കണ്ണൻ ഭൂമിയിൽ വന്ന സമയത്ത് കണ്ണൻ 2 രാഗത്തിലാണ് പ്രധാനമായിട്ടും, അതായത് ഗൗഡി രാഗം, ഗാർജരി രാഗം എന്ന് പറയും. 2 നോർത്ത് ഇന്ത്യൻ രാഗാസാണ്, വളരെ വളരെ പുരാതനമായിട്ടുള്ള 2 രാഗാസാണ്. അതായത് ഗാർജരി, അതായത് കണ്ണന് വേറെ രാഗം അറിയാൻ വയ്യാനിട്ടല്ല, പക്ഷേ മെയിനായിട്ട് ഭഗവാൻ ആ സമയത്ത്, അതായത് വൃന്ദാവനത്തിൽ വായിച്ചിരുന്ന 2 രാഗമാണ് ഗൗഡി രാഗം, ഗാർജരി രാഗം. അപ്പോൾ ഭഗവാൻ, ഞാൻ ഓടക്കുഴലിൻ്റെ കാര്യം പറയാനുള്ള കാരണം, ഇത്രയ്ക്ക് സർവശക്തനായ കണ്ണൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ വന്ന് ഗോപാലകനായിട്ട് നിന്നപ്പോൾ അങ്ങനെയുള്ള വംശി, അതായത് കണ്ണൻ്റെ ഓടക്കുഴൽ നിസ്സാരപ്പെട്ട ഒരു ഇതല്ല. അത്രയ്ക്ക് ലോകങ്ങളെ എല്ലാം പ്രകമ്പനം കൊള്ളിച്ച് എല്ലാവരെയും അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്ന ഓടക്കുഴൽ നാദമായിരുന്നു കണ്ണൻ. അപ്പോൾ ഇന്ന് ഏകാദശി ദിവസത്തിൽ കണ്ണൻ വായിക്കുന്നത് വേണുവാണ്. കണ്ണൻ ഏകാദശി ദിനങ്ങളിൽ വേണു എന്ന് പറയുന്ന ഓടക്കുഴലാണ് കണ്ണൻ വായിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം, അതായത് ഭഗവത്ഗീതയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം